പേടിച്ച് നിൽക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി 2 മണിക്കാണ് അവിടെ ഫസ്റ്റത്തെ പൊട്ട് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അനിയത്തി പറഞ്ഞു എന്തോ ശബ്ദം കേൾക്കുന്നു, നമ്മൾ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉമ്മ ഉണ്ട് 10-70 ദിവസം ഉമ്മാനെ കൂട്ടി 2 മക്കൾ, അനിയനും അനിയൻ്റെ ഭാര്യ എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ നേരെ മദ്രസയിലേക്ക് കയറി അയൽവാസികളെയും വിളിച്ചു. പിന്നെ പെട്ടെന്ന് അവിടുന്ന് അടുത്ത പൊട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നേരെ മേലെ നമ്മൾ ബസ് തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് മാറി നിന്നു. അവിടെ ഞങ്ങൾ സേഫ് അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേറെ പോകാൻ ഇടമില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്നു. മദ്രസയിലേക്ക് കയറി, പള്ളിയിലേക്ക് പോയിട്ടില്ല. അത് 2ാമത്തെ പൊട്ടിലാണ് പള്ളി പോയത്. പള്ളി പരിസര ടൗൺ മൊത്തം പോയത് 2ാമത്തെ പൊട്ടിലാണ്. പിന്നെ ഞങ്ങൾ ആ 2ാമത്തെ പൊട്ടുമ്പോൾ മദ്രസ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി, ജർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടി നേരെ ബസ് തിരിക്കണം, അവിടെ പോയി നിരന്ന സ്ഥലത്ത് നിന്നു. പക്ഷെ അവിടെ നിന്നും പൊട്ടി വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി മേലേക്ക് കയറി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ രാവിലെ പുലർച്ചെ 2 മണി മുതൽ 4 മണി വരെ ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലോട്ടേക്ക് കയറിപ്പോയി. പിന്നെ ഫുൾ ടൈം രാവിലെ 7 മണി വരെ മദ്രസ മുറ്റത്ത് ഞങ്ങൾ നിന്നു. മഴയും കൊണ്ട് കുടയില്ല, ഒന്നുമില്ലാതെ കുട്ടികളെയും പ്രായം ചെന്നവരൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്നു. മക്കളൊക്കെ വരുന്നുണ്ടോ? സുബൈത്തയുടെ മക്കൾ 2 പുറത്തുണ്ടായിരുന്നു. അവരൊക്കെ ആകെ പേടിച്ച് നിൽക്കുമായിരിക്കും. ഇപ്പോൾ സുബൈത്ത അങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ഉമ്മ അവിടെ ഉണ്ടെന്ന് അവർക്കൊരു സന്തോഷം. മക്കളെ വിളിച്ചിട്ട് ഉമ്മയുടെ ശബ്ദമില്ലൊന്ന് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു തന്നു. അല്ല എൻ്റെ മോന് ചിലപ്പോൾ ഒന്ന് എത്തുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആൾ വഴി ഞാൻ അറിഞ്ഞ അവൻ ചിലപ്പോൾ ഒന്ന് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ മോള് പോയിട്ട് അവർ ഫാമിലിയാണ്, അവരൊരു വർഷത്തേക്കാണ് പോയത്, അവർ വരുന്നില്ല. മകൻ ചിലപ്പോൾ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ ആൾ വഴി ഞാൻ അറിഞ്ഞു അവന്ന് വരുന്നുണ്ട്, ഞാൻ അറിഞ്ഞു. സുബൈത്ത അവിടുത്തെ ഓരോരുത്തരെയും സുബൈത്തയ്ക്ക് അറിയാം. എത്ര ആൾക്കാരുണ്ടായിരുന്നു മുണ്ടക്കൈ? ഞങ്ങൾ മുണ്ടക്കൈയിൽ 1000-ന്റെ അടുത്ത ആളുകളുണ്ട്. പക്ഷെ പകുതി ആളുകളും പോയി. ഞങ്ങളെ നാടേ ഇല്ല, നല്ല ഐക്യത്തോടെ കഴിയുന്ന നാടായിരുന്നു. ജാതി മത ഭേദമില്ലാതെ ഹിന്ദു മുസ്ലിം ഒരു മരണം വന്നാലും കല്യാണം വന്നാലും പരസ്പരം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു പള്ളിയത്തെ പരിപാടിക്ക് അമ്പലത്തെ പരിപാടിക്കൊക്കെ ഞങ്ങൾ എല്ലാവരും പരസ്പരം ഒരുമിച്ചിട്ട് ആണ് ഞങ്ങളുടെ നാട്ടിലെ കാര്യം ചെയ്തത്. പക്ഷേ എനിക്കിനി എല്ലാ പത്രക്കാരോട് പറയാനുള്ളത്, ഞങ്ങളെ ഇനിയും എവിടെയെങ്കിലും ഞങ്ങളെ പുനരാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുള്ള ആളുകളെ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഒരുമിച്ചിട്ട് ഞങ്ങളെ പഴയ ഐക്യം നിലനിർത്തിക്കൊണ്ട് വേണം ഞങ്ങളെ വേറെ മാറ്റി പാർപ്പിക്കുകയാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്ന അതൊരു അപേക്ഷ എല്ലാവരോടും പറയാൻ. 5 കൊല്ലമായിട്ട് സുബൈത്ത അവിടെ ആശാവർക്കറാണ്. അപ്പോൾ അവിടുത്തെ ഓരോ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും സുബൈത്തയ്ക്ക് അറിയാം അല്ലേ? കുറേ പേരെ ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. കുറേ പേരെ കാണാനില്ല. അതിൽ ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ആലക്കൽ നസീർ എന്ന് പറയും, അവനും ഒരു പ്രശാന്ത് ഉണ്ട്, അവരും കൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഇളക്കം ഇങ്ങനെ കണ്ടു, ഒരു പാവക്കുട്ടി ഇളകുന്ന പോലെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കുമ്പോൾ ഒരു കുട്ടിയാണ്. അങ്ങനെ അവരെടുത്ത് ചാടി ആ കുട്ടീനെ അവർ രക്ഷിച്ചിട്ട് ഓടി, ഞാൻ കുറച്ച് മേലെ ഓടി എൻ്റെ കൈ കൊടുത്തു തന്നു. താത്ത എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അവളെ ഒന്ന് കുളിപ്പിച്ചിട്ട് അവളെ മൂക്കത്തെ ചളിയും മണ്ണും ഞാൻ എൻ്റെ വായിലേക്ക് വലിച്ചെടുത്ത് അവളെ കംപ്ലീറ്റ് വലിച്ചെടുത്തു. അപ്പോൾ അവളൊന്നിങ്ങനെ കണ്ണ് തുറന്ന് നോക്കി. അത് കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് മണലും വെള്ളം മൂക്കിലും വായിലൊക്കെ ആയിരുന്നു വലിച്ചെടുത്ത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അവളിന്ന് സേഫാണ്. കുട്ടിയുണ്ട്, പക്ഷെ അവിടെ ഉമ്മല്ല ഉപ്പല്ല, അവളെ ജ്യേഷ്ഠത്തിലവ എല്ലാവരും പോയി. അതേപോലെ തന്നെ അവളെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മകന് ആ കുട്ടീനെ അവർ കൊടുന്നു. അവന് അതേമാതിരി കംപ്ലീറ്റ് ചളിയൊക്കെ വലിച്ചെടുത്ത് സേഫ് ചെയ്ത് അവനും ഇന്ന് ഉണ്ട്, വിംസിലുണ്ട് അവന്. അവിടെ കാണാനായിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ താഴെ ചൂരമലയിലും ഇപ്പുറത്ത് വന്ന് താമസിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഒരുപാട് താമസിക്കുന്നുണ്ട്. അവിടെ പാടിയിൽ കുറേ തൊഴിലാളികളുണ്ടായിരുന്നു. ഒരു വീട്ടിൽ എത്ര ആളൊക്കെ വെച്ചിട്ടുണ്ടാവും? ഒരു വീടുകളിൽ എന്തായാലും 5 കുറയാതെ ആളുകളുണ്ട്. 5-4 ആളുകളുടെ വീടാണ് കംപ്ലീറ്റ്. പിന്നെ ബംഗാളികളുണ്ട്, പക്ഷേ എൻ്റെ കണക്കിലുള്ള ബംഗാളികൾ സേഫാണ്. പക്ഷെ അവിടെ മുണ്ടക്കൈ സ്കൂൾ എന്തോ പണി നടക്കുന്നുണ്ട്, അവിടെ കുറച്ച് 4 പേരുണ്ട്, അവരെ സ്ഥിതികൾ അറിയില്ല. ആളുകൾ ഓടുമ്പോൾ അവരവിടെ കണ്ടായിരുന്നു പറയുന്നുണ്ട്. അവർ ഓടി രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരവിടെ ഉണ്ടാവും. ദൈവം നമുക്ക് ആ മോളയുടെ കാര്യം പറഞ്ഞ പോലെ സുബൈത്തയുടെ വീട് ബാക്കി നിന്ന പോലെ. എനിക്ക് എൻ്റെ വീടല്ല പ്രശ്നം, എനിക്ക് ഏറ്റവും പ്രശ്നം എൻ്റെ ജനങ്ങളുടെ നാട്ടുകാരാണ്. എന്താ വെച്ചാൽ 15 വർഷമായിട്ട് ഓരോ വീട്ടിലത്തെ ഓരോരോ വ്യക്തിനെയും നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ഒരു മാസത്തിൽ ഞങ്ങൾക്ക് വിസിറ്റിന് നമ്മളെ കണ്ടില്ല, അവരിങ്ങോട്ട് ചോദിക്കുക എന്താ വന്നില്ല എന്താണ്. അപ്പോൾ ഇനി അങ്ങനെ പോയി ചോദിക്കാൻ എനിക്ക് എൻ്റെ നാട്ടിൽ ആളുകളില്ല. അത് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങളെ എവിടെയെങ്കിലും ഞങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ എനിക്കുള്ള ആളുകളെ കൂട്ടി ഒരുമിച്ച് ഞങ്ങളെ പഴയ ഐക്യം ഞങ്ങൾക്ക് നിലനിർത്തണം. ഞങ്ങൾക്ക്